ശസ്ത്രക്രിയ കൂടാതെ നട്ടില് സംബന്ധിച്ച രോഗങ്ങൾക്കും കഴുത്തുവേദന, കാൽമുട്ടുവേദന, താരൻ, മുടികൊഴിച്ചിൽ, ചർമ്മരോഗങ്ങൾ, അമിതവണ്ണം തുടങ്ങിയവയ്ക്കും ഉത്തമ ചികിത്സ. So I tried many ways, but I came to know that in Kerala Ayurveda there is a permanent solution for this. Since last 9 days they are taking care of me. Now my knee joint problem is almost cured off. On my back, on back spine, and she fixed that already too. With 2 minutes treatment, I think. Definitely next time we're coming with some friends. They have same problems as us. So yeah. Ananda Ayurveda Hospital, Tatta, Thoriram, Pattanamthitta. 9447558596. കോന്നിയിൽ കോൺഗ്രസിനുള്ളിൽ കൊലവിളി. മണ്ഡലം പ്രസിഡന്റിനെ കൊല്ലുമെന്ന മുൻ DCC നേതാവ്. അരുവാപ്പുരം കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ശ്രീകുമാറിന് എതിരെയാണ് മുൻ DCC ജനറൽ സെക്രട്ടറിയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന ഹരിദാസ് ഇടത്തിറ്റയുടെ ഫോണിലൂടെയുള്ള ഭീഷണി. ഫോൺ ശബ്ദരേഖ മെട്രോ ടിവിക്ക് ലഭിച്ചു. കേൾക്കുക. ഞാനൊരു കാര്യം പറയാം. നിനക്ക് ഫ്യൂച്ചറുള്ള ആളാണ് നീ രാഷ്ട്രീയക്കാരൻ. നീ രാഷ്ട്രീയത്തിരിക്കാൻ ആഗ്രഹിക്കുന്ന ഫുൾ ടൈം നിൽക്കാൻ അങ്ങനെ ഇല്ല. ഞാൻ ജോലി ചെയ്യുന്ന പോകുന്ന പോലെ കാര്യങ്ങളും. അതെ മോൻ വചനം പറയുന്നത് കേട്ടോണ്ട് മോൻ പണി ഇതിന് ഇഷ്യൂസ് ഉണ്ടാകാൻ പോവാ. ഈ പാർട്ടിക്കകത്ത് വലിയ ഇഷ്യൂസ് ഉണ്ടാകാൻ പോവാ. നിങ്ങളാരും അതിന്റെ ഇടയാതെ നിൽക്കരുത്. വലിയ ഇഷ്യൂസ് ഉണ്ടാകാൻ പോവാ. ഞാൻ മോനോട് സ്നേഹം ഉണ്ടായെന്ന് പറയാം. നിന്റെ കുടുംബത്തോട് സ്നേഹം ഉണ്ടായെന്ന് പറയാം. നാളെ നമ്മളൊന്ന് കാണേണ്ടത്. ഞാനിപ്പോ ആരെങ്കിലും നമ്മള് കോൺഗ്രസിനോട് നമുക്കറിയാമല്ലോ വീട്ടിൽ നിന്നോട് മോനെ കാര്യം അമ്മയോട് ഞാൻ പറയാം. ആവശ്യമില്ല മോൻ ഇവിടെ ഇറങ്ങി ഞാനുമായിട്ട് വഴക്കം നിൽക്കരുത്. അല്ല ഞാൻ നിന്റെ വീട്ടിലോട്ട് വരുന്നുണ്ട്. നിന്റെ വീട്ടിൽ വന്ന് ഞാൻ പറയും. ഞാൻ രാഷ്ട്രീയക്കാരനാണ്. എനിക്ക് എന്റെ രാഷ്ട്രീയത്തിന്റെ പ്രശ്നമാണ്. ഞാനതിന് എന്ത് വില കൊടുത്തും നേരിടും. എന്ത് ഇഷ്യൂ ഞങ്ങളുടെ വീട്ടിലുണ്ടല്ലോ 5-10 പേരുണ്ട്. അറിയാം. ഞങ്ങളെല്ലാം കൂടെ ഇറങ്ങും. എന്ത് കൊലപാതകം നടത്തിയെന്ന് പറഞ്ഞാൽ നമ്മൾ അതിന്റെ ഇഷ്യൂ ഉണ്ടാകും. കഴിവാണ്. എന്ത് ബോംബെ ഇറങ്ങിയെന്ന് പറഞ്ഞാൽ മാർക്സിസ്റ്റുകാരെയും RSകാരെയും വിളിക്കും. അത് ഞാനോട് പറയുന്നത് എന്റെ നിലനിൽപ്പിന് പ്രശ്നമാണ്. ഇത് രാഷ്ട്രീയമാണ്. ശ്യാമിറങ്ങി ശ്യാമിന്റെ ഭാവി കളയാൻ നിൽക്കും. കേസും മടുപ്പാവും. പോലീസ് കേസ് ഉണ്ടാക്കും ഞാൻ. അത് ഞാൻ തീരുമാനിച്ചില്ല. ഇതിനുവേണ്ടി ഞാൻ 5 ലക്ഷം രൂപ മാറ്റി വെക്കും. മോൻ പറയുന്നതോടെ പറഞ്ഞു. മോൻ എമ്മനോട് പറഞ്ഞു. ആദിവാസികളുമായിട്ട് വഴക്ക് ഞാനില്ല. ഞാൻ നിന്റെ വീട്ടിൽ വന്നിട്ട് അമ്മയോട് പറയും. നിന്റെ ഭാര്യയോട് പറയും. ഞാൻ വേണ്ട നീ അതൊക്കെ നിന്നോ പറഞ്ഞു. രാഷ്ട്രീയത്തിൽ നിന്ന് ഞാനുമായിട്ട് വഴക്കിന് ശ്രീകുമാർ പറഞ്ഞു വിട്ട് നീ ഈ ബൂത്തിൽ ഇറങ്ങി. വേണ്ട ഞാൻ പറയുന്നത് കേട്ടു. ഇത് എന്നെ സംബന്ധിച്ച് എന്റെ പുരുഷ ജീവിതം മുഴുവൻ ഞാൻ രാഷ്ട്രീയത്തിൽ കളഞ്ഞതാണ്. നിന്റെ കൂട്ടല്ല, ശ്രീകുമാറിന്റെ കൂട്ടൊന്നുമല്ല. ഞാൻ എന്ത് വില കൊടുത്തു ഈ ബൂത്തിൽ ഞാൻ എന്ത് തെമ്മാത്രം ഞാൻ കാണിക്കും. നിനക്കത് നേരിട്ട് വല്ല കാര്യമുണ്ടോ? ഉണ്ടെങ്കിൽ നീ അറിയൂ. ഞാൻ ഈ വാർഡിൽ RSSകാരും മാർക്സിസ്റ്റുകാരും ഞാൻ വിളിക്കും. മുഴുവൻ അതിൽ ഞാൻ വിളിച്ചിറക്കും. കാശും മുടക്കും. എന്നെ സംരക്ഷിക്കാൻ ഈ പാർട്ടിയിൽ ഉമ്മൻചാണ്ടി ഉണ്ട്, നേതാക്കന്മാരുണ്ട്, KPC പ്രസിഡന്റ്, DCC പ്രസിഡന്റ് ഉണ്ട്. അതുകൊണ്ട് മോന്റെ പണി നോക്കുക. എന്റെ ഭാവിയിൽ വേണം നീ നിന്റെ കാര്യം. നാളെ നിന്റെ വീട്ടിൽ പറഞ്ഞു. അല്ല ഞാൻ നാളെ രാവിലെ അങ്ങോട്ട് വരാം. നമുക്ക് നേരിട്ട് സംസാരിക്കാം അങ്ങോട്ട് വരുമ്പോഴേ. അത് നേരിട്ട് ഈ കാര്യത്തിൽ ഒന്നും പറയണ്ട. ഇത് കോംപ്രമൈസ് ഇത് അയലോടൊരു സംഘർഷത്തിൽ അവസാനിക്കും. ശിവകുമാറിനെ ഞാൻ അയലോണിട്ട് വിട്ടു. ഞാൻ അവൻ തന്നെ അവൻ ഇറങ്ങി വിട്ടു. അവൻ മനസ്സിലായി. ഇടത്തച്ചക്കാരുടെ യഥാർത്ഥ സ്വഭാവം കാണും അയലോണിട്ട്. ഇതിനെ ഒരു കൊലപാതകം വരെ ഞാൻ നടത്തി. ഞാൻ അഡ്വക്കേറ്റ് എനിക്കറിയാം അങ്ങനെ നിൽക്കേണ്ടി വന്നു. ഒരു തോക്ക് ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. ഞാൻ ബോംബ് വെച്ചിട്ടേക്ക് വെച്ചിട്ടുണ്ട്. ഞാൻ ഒരു കൊലപാതകം നടത്തും അയലോണ്ട്. മോൻ അറിയാമല്ലോ, എങ്ങനെ അറിയാമല്ലോ? അതൊക്കെ അറിയാം. അതല്ല പറഞ്ഞു. എനിക്ക് ഇതൊന്നും അറിയത്തില്ല. നിങ്ങൾ തമ്മിലുള്ള പ്രശ്നമോ കാര്യങ്ങളോ എനിക്ക് പാർട്ടിക്കാത്ത കാര്യങ്ങൾ മിക്കതും അറിയത്തില്ല. രാഷ്ട്രീയത്തിന്റെ പ്രശ്നമാണ്. മോനെ നീ അതിന്റെ അറിയൊന്നും ആകട്ടെ. നീ ഇതിന്റെ പഠിക്കണം. അതിനോട് നിന്നോട് അറിയിക്കുന്ന മുഴുവൻ പിള്ളേരുടെ വീട്ടിൽ കയറി തന്തയും തള്ളയും കണ്ടിയാൻ പറയും. ഇത് തന്നെ ഞാൻ പറയും. അതിന് തയ്യാറുള്ള തന്തയും തള്ളമാരുണ്ട്. എന്നെ നേരിടാൻ നേരത്തെ പിള്ളേരെ ഇറക്കി വിട്ടു. ഇത് രാഷ്ട്രീയ പ്രശ്നമാണ്. അതൊരു കുഞ്ഞേടി കാര്യമല്ല. മോൻ വിചാരിക്കുന്നത് കുഞ്ഞേടിയല്ലേ. അവൻ വന്ന് എന്നെ നേരിടാക്കി വന്നോട്ടു. ഞാൻ പറഞ്ഞത് എന്ത് തോന്നിവാസവും എന്ത് നെറികെട്ട പണിയും ഞാൻ കാണിക്കും.
മോനെ വിദ്യാഭ്യാസം പോയാ നിനക്ക് നിന്റെ കുടുംബം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് നിന്റെ വീടും നോക്കി നീ നിന്റെ പണി നോക്കി നീ ഊത്തുപ്രസം താന്നേന്തോ കീർത്തുപ്രസം താന്നേന്തോ നീ നിന്റെ പണി നോക്കും. ഞാൻ മുഴുവൻ ഞാൻ ഇന്നത്തെ പിന്നെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി വരെ കണ്ട് പറഞ്ഞു വെച്ചിരിക്കുക. RSSന്റെ ജില്ലാ കാര്യവാഹോട് ഞാൻ പറഞ്ഞു വെച്ചിരിക്കുക. എന്നെ സഹായിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്ത് ഞാൻ തെമാർത്തം ഞാൻ കാണിക്കുന്നത് എനിക്ക് രാഷ്ട്രീയ പ്രശ്നമുണ്ട്. എനിക്ക് അതുകൊണ്ട് എന്നെ നേരിടാനായിട്ട് ഞാൻ ഈ കൂട്ടിലെ മുഖം നോക്കി ഇറങ്ങണ്ട. ഞാൻ നിന്റെ വീട്ടിൽ വന്ന് പറഞ്ഞോ, ഞാൻ നാളെ അങ്ങോട്ട് വന്നോ. ഞാൻ ശ്യാമിനോട് കൊണ്ട് പറയാം. അല്ല, എനിക്കിതൊന്നും അറിയത്തില്ലല്ലോ. എനിക്കെന്തോ പ്രശ്നം പോലും അറിയത്തില്ല. നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം? ഗുരുതരമായ രാഷ്ട്രീയ പ്രശ്നമാണ്. നീ ഇതിനകത്തൊന്നും അറിയാൻ വേണ്ട. നീ ഇതിനകത്ത് നേരിടാൻ നിന്നെ കൊണ്ട് പറ്റത്തില്ല മോനെ. അവസാനം ഇതിനകത്ത് നീ കാണുന്നില്ല വീട്ടിൽ കോൺഗ്രസ് അറിയാമല്ലോ. അതൊക്കെ അറിയാം. കോൺഗ്രസിനൊന്നും ഒരുത്തരം സംരക്ഷിക്കാൻ കാണത്തില്ല. ഒറ്റ കുഞ്ഞ ഒരു പോലീസ് സ്റ്റേഷനിൽ കിടന്നാൽ എന്തിനാന്ന് പറയാൻ തിരക്ക് വരത്തില്ല. ഇത് സംബന്ധിച്ച് KPCC പ്രസിഡന്റ് MM ഹസന് മുൻ മന്ത്രി അടൂർ പ്രകാശിന്റെ സാന്നിധ്യത്തിൽ ശ്രീകുമാർ പരാതി നൽകി. ഈ മാസം 10-നാണ് ഹരിദാസിന്റെ ബന്ധുവും അരുവാപുരം 198 നമ്പർ ബൂത്ത് പ്രസിഡന്റുമായ ശ്യാമസ് നായരെ ഫോണിലൂടെ വിളിച്ച് ശ്രീകുമാറിനെതിരെ വധഭീഷണി മുഴക്കിയത്. ശ്രീകുമാർ അടൂർ പ്രകാശ് MLAയുടെ ആളാണെന്നും അയാൾ പറഞ്ഞതനുസരിച്ച് പ്രവർത്തിക്കരുതെന്നും ആവശ്യപ്പെട്ട ഹരിദാസ് തോക്കും ബോംബും താൻ കരുതി വെച്ചിട്ടുണ്ടെന്നും കയ്യിൽ കിട്ടിയ ശ്രീകുമാറിനെ കൊന്നുകളയുമെന്നുമായിരുന്നു ഭീഷണി. ഫോൺ സംഭാഷണം റെക്കോർഡ് ചെയ്ത ശ്യാം ശ്രീകുമാറിന്റെ മറ്റു നേതാക്കൾക്കും കൈമാറിയതോടെയാണ് സംഭവം പുറത്തറിയുന്നത്. മെട്രോ ടുഡേ ടൈം സമർപ്പിക്കുന്നത് പറക്കാം ഉയരത്തിൽ, ചുവടുവെക്കാം ബഹുദൂരം. ഇന്ത്യയിലെ മികച്ച രണ്ടാമത്തെ യൂണിവേഴ്സിറ്റിയായ ഭാരതീയർ യൂണിവേഴ്സിറ്റി അംഗീകാരത്തോടു കൂടിയ ഏവിയേഷൻ ആൻഡ് എയർ ഹോസ്റ്റസ് കോഴ്സുകൾ പഠിക്കൂ കൂടുതൽ അഡ്വാൻസ്ഡ് ആയി. MBA in Airlines and Management, BBA in Airlines and Airport Management, Diploma in Aviation and Hospitality Management, Air Hostess and Cabin Crew. ഞങ്ങളുടെ പ്രത്യേകതകൾ: കേരളത്തിലെ ആദ്യ മോക്ക് എയർപോർട്ട്, ഈക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ്, വിദേശ പഠനയാത്രകൾ, ഭാരത് ഏവിയേഷൻ, നിയർ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച്, പത്തനംതിട്ട. മൊബൈൽ 9446443327 9495897006 ആണെങ്കിലും നിങ്ങൾക്കൊപ്പം പത്തനംതിട്ട മെട്രോ TV ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യൂ. നാട്ടിലെ വാർത്തകളും കാഴ്ചകളും മൊബൈൽ TVയിലൂടെ തത്സമയം കാണാം.